ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. തമിഴ്നാട്ടിലെ 440ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് അണ്ണാ യൂണിവേഴ്സിറ്റി ആണ്. കഴിഞ്ഞ വർഷം 37 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥി പോലും അഡ്മിഷൻ എടുത്തിരുന്നില്ല. 2024-25 വർഷങ്ങളിൽ, അതായത് അടുത്ത അധ്യയന വർഷം, വിദ്യാർത്ഥികൾ കുറഞ്ഞ 76 എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടാൻ സാധ്യതയുണ്ടെന്നും അത്തരം കോളേജുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും അണ്ണാ യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു. അധികൃതർ പറയുന്നു, അടുത്ത അധ്യയന വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ 10% കുറവാണെങ്കിൽ ആ കോളേജ് പൂട്ടും. അതായത് 6 ബ്രാഞ്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികൾ വീതം 6 ബ്രാഞ്ചിൽ 360 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കണം. ആ സ്ഥാനത്ത് 36 സ്റ്റുഡൻസ് എങ്കിലും 36 സ്റ്റുഡൻസ് എങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ കോളേജ് പൂട്ടും. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഇപ്പോഴും പഠിക്കുന്ന ആ കോളേജിലെ വിദ്യാർത്ഥികളെ മറ്റ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ആക്കും എന്നാണ് അണ്ണാ യൂണിവേഴ്സിറ്റി പറയുന്നത്. വിദ്യാർത്ഥികൾ തീരെ കുറഞ്ഞ ഇത്തരം കോളേജുകളിൽ വളരെ കുറഞ്ഞ ഫീസിൽ സീറ്റ് നേടാൻ കഴിയും. പക്ഷേ കോളേജ് പൂട്ടും. നിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. ജീവനില്ലാത്ത 4 വർഷങ്ങളാകരുത് കലാലയ ജീവിതം. അല്ലേ? ഓർമ്മിക്കാൻ അനുഭവങ്ങൾ വേണം. കലാലയ ജീവിതം പഠനത്തോടൊപ്പം ആസ്വദിക്കാനും കഴിയണം. മധുര സ്മരണകളാകണം കോളേജ് ലൈഫ് 4 വർഷം. അതുകൊണ്ട് അടുത്ത അധ്യയന വർഷത്തിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന, സീറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നവർ ചെയ്യേണ്ടത് കോളേജുള്ള ദിവസങ്ങളിൽ ആ കോളേജിൽ പോകണം. വർക്കിംഗ് ഡേയ്സ് ആയിരിക്കണേ. അവിടെ പോയി കാണണം. ഒരു ദിവസം അവിടെ ചെലവഴിക്കണം. 4 വർഷം പഠിക്കേണ്ടതല്ലേ? അതിന് ഇപ്പം തന്നെ പോയിട്ട് 1 വർഷം അവിടെ ചെലവഴിക്കണം. സീനിയർ വിദ്യാർത്ഥികൾ, ഇപ്പോഴവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് ബ്രേക്ക് ടൈമിലൊക്കെ അവരുമായിട്ട് സംസാരിക്കുക. എത്ര കുട്ടികളുണ്ട്, എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കുക. അതിന് പുറമെ ചുറ്റുള്ള ആൾക്കാരോടും പറ്റുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് കോളേജിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം, ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. കോളേജിൽ വിദ്യാർത്ഥികൾ കുറയാൻ എന്താ കാരണം? ഒന്ന്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. മറ്റൊന്ന്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കാണില്ല. അത് മനസ്സിലാക്കണം. സീറ്റ് തരപ്പെടുത്തി തരുന്ന ഏജന്റുമാർ പറയുന്നത് മാത്രം കേട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കരുത്. അന്വേഷിക്കണം, പോയി കാണണം. വർക്കിംഗ് ഡേയ്സിൽ പോയി സീനിയർ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കണം. അല്ല, സറൗണ്ടിങ്സിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് എന്താണ് കോളേജിൻ്റെ സ്ഥിതി, എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചേരണം. അല്ലാതെ പെട്ടുപോകരുത്. താങ്ക് യു ഫ്രണ്ട്സ്. See you again.